ഹലോ. രാവിലെ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുളിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാവരും പറയും എഴുന്നേറ്റാൽ ഉടനെ നമ്മൾ കുളിച്ച് വൃത്തിയായി വിളക്ക് കത്തിക്കുന്നതാണ് നല്ലതെന്ന്. പക്ഷേ എനിക്കിത്തിരി സമാധാനമായിട്ടിരുന്ന് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഒരു ചെറിയ കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തി എണീക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിരിക്കണം. അല്ലാതെ ധൃതി പിടിച്ചു പോയി ചെയ്യുന്നത് എനിക്കെന്തോ പറ്റില്ല കേട്ടോ. അപ്പോൾ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ഇന്ന് ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇന്ന് കുറച്ച് ഏറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറാണ്. ഈ സാമ്പാർ കഷ്ണങ്ങളുടെ കൂട്ടത്തിൽ 2-3 ചക്കക്കുരുവും കൂടി ഇടും. കാരണം ഈ ചക്കക്കുരുവിനോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് സാമ്പാറിലും ഞാനിത് ഇടാറുണ്ട്. അത് എൻ്റെ അമ്മ ചെയ്ത് കണ്ടൊരു ശീലമാണ് കേട്ടോ. സീസൺ അനുസരിച്ചല്ലേ ഈ സാധനം നമുക്ക് കിട്ടത്തുള്ളൂ. എനിക്ക് ഭയങ്കര പ്രീഷ്യസാണ്. പക്ഷേ ഏട്ടായി കഴിക്കാറില്ല, സൈഡിൽ മാറ്റി വയ്ക്കും. അത് ഞാനാണ് കഴിക്കുന്നത്. ഒരു മണം, ഇതിൻ്റെ സാമ്പാറിൻ്റെ മണമാണോ? വേറൊരു മണം പോലെ ഫീൽ ചെയ്യുന്നു. എരിവുണ്ടോ? നല്ല 2 പച്ചമുളക് ഇട്ടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് ജോലിയും കൂടെ എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് തീർത്ത് ഇനിയിപ്പോൾ ഇവിടെ ഭയങ്കര മഴ കേട്ടോ. അമൃതയാണെങ്കിൽ ഇന്ന് പാസ്പോർട്ട് ഓഫീസിൽ പോയേക്കാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്നലെ പ്ലാൻ ചെയ്തായിരുന്നു. നമുക്ക് ഇന്നൊരു കാര്യമുണ്ടല്ലോ, സൂര്യയുടെ ബർത്ത്ഡേയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തത് ഇന്ന് പോയി സൂര്യക്ക് ഗിഫ്റ്റ് വാങ്ങാനാണ്. അപ്പോൾ വൈകിട്ട് പാട്ട് ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇതുവരെ ഞാൻ ആളെ വിഷ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഇന്നാണെങ്കിൽ സൂര്യയുടെ മോളുണ്ട് അന്വി, അവൾക്ക് സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. അപ്പോൾ അവരെല്ലാം പോയേക്കുക. സ്കൂൾ തുറക്കുന്ന ദിവസം എന്താണെന്ന് അറിയത്തില്ല, മഴ പെയ്തിരിക്കുക. അപ്പോൾ ഇന്ന് ദേ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അമൃത പാസ്പോർട്ട് ഓഫീസിൽ പോയേക്കുക. പുള്ളിക്കാരി ഇനി വരണമെങ്കിൽ 10:30 ആവും. അപ്പോൾ ഞാൻ ഇപ്പം വിളിച്ച് നോക്കി. അപ്പോൾ പറഞ്ഞു നമുക്കൊരു 11:30 ആകുമ്പോൾ പോകാമെന്ന്. സ്കൂട്ടറിലാണ് പ്ലാൻ ചെയ്തത്. ഇനി ഒരു പക്ഷേ ചിലപ്പം സ്കൂട്ടർ പോക്ക് നടക്കത്തില്ല, പെരുമഴ, എന്താ മഴ. അപ്പോൾ ഒന്നെങ്കിൽ ഊബർ അല്ലെങ്കിൽ ബസ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പോകാം. പിന്നെ ശീമാട്ടി അല്ലെങ്കിൽ രാധാകൃഷ്ണ, ഇതിലേതെങ്കിലും എടുത്ത് പോകാനാണ് ഉദ്ദേശം. ശീമാട്ടി പോകണമെങ്കിൽ അവിടുത്തെ വ്ളോഗ് വേറൊരു വ്ളോഗായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. സമയം 11 മണിയായേ, ഞാൻ റെഡിയാകാൻ പോകാം. ഞാൻ എൻ്റെ ഡ്രസ്സ് ഏതാണെന്ന് നോക്കട്ടെ കേട്ടോ. മഴയാണ്, ഇറക്കമില്ലാത്ത എന്തെങ്കിലും ഇട്ടുകൊണ്ട് പോകണം. ജീൻസ് ഇടണോ വേണ്ടല്ലേ, നോക്കട്ടെ. ഫോണൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇവിടെ വെച്ചേക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ ആണെങ്കിൽ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടേ. അപ്പോൾ അതിലെന്താണെന്ന് നോക്കാം. ഞാൻ ഇതുവരെ പൊട്ടിച്ചില്ല. ഒരു പാൻ്റായിരുന്നേ. ഞാനൊരു ബ്രൗൺ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇതൊരു കാക്കി കളറാണ്. സ്ട്രെയിറ്റ് ഫിറ്റ് പാൻറ്, ഇതാ സംഭവം കേട്ടോ. അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു. ഇതിൻ്റെ പ്രൈസ് ഇതിൽ കിടന്നത് എത്രയായിരുന്നു? 899 ആയിരുന്നു. പക്ഷേ ഞാൻ വാങ്ങിച്ച പ്രൈസ് എന്ന് പറയുന്നത് അടിപൊളിയാണ്, 360 റുപ്പീസ്. ഇപ്പോൾ അജിയോയിൽ ഓഫർ നടക്കുകയല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കുക കേട്ടോ. അത് സാറ്റർഡേ സൺഡേയിലാണ് ഓഫർ കൂടുതൽ വരുന്നത്. അടിപൊളി കേട്ടോ. ഇത് റിയോ ബേസിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. നമ്മൾ റിലയൻസിൽ ചെന്നാൽ അവിടെ ഈ ഒരു ബ്രാൻഡ് കാണാറുണ്ട്. അപ്പോൾ എന്തായാലും വേണ്ടവർ വാങ്ങിക്കുക. സൂപ്പർ സാധനം കേട്ടോ. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ഈ ഉടുപ്പല്ലേ രാവിലെ ഇഡലി സാമ്പാറും ഒക്കെ തിന്നതിൻ്റെ സാധനമൊക്കെ വീണിട്ടുണ്ട്. അതുകൊണ്ട് ഇതിടുന്നില്ല, വേറെ ഏതെങ്കിലും ഇട്ടുണ്ടോ. എല്ലാം കഴിഞ്ഞേ ഞാൻ ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടേ. ഏതാന്നോ ഇത്? അതെന്താന്നോ, എനിക്ക് മറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ വിചാരിച്ച് മഴയല്ലേ, പുതിയ പാൻറ്റ് മഴയത്തൊക്കെ ഇട്ട് ചെളിയാക്കണ്ട, അപ്പം അത് കേടാന്ന്. അപ്പോൾ എന്തായാലും റെഡി ആയിട്ടുണ്ട്. നമ്മൾ തന്നെ വിളിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇറങ്ങുവാണേ. ബൈ. നല്ല മഴയുണ്ട്. ഞാൻ നടന്നങ്ങോട്ട് പോവുക. ഇവിടുന്ന് ഊബർ വിളിച്ചാൽ അവിടെ ചെല്ലുമ്പം ഇവിടുന്ന് ഊബർ വിളിച്ചാൽ അവർ ഇതുവഴിയേ പോകത്തുള്ളൂ. അമൃതയുടെ വീടിൻ്റെ ഒരു പോകത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നല്ല മഴ, ഈ ദിവസം ഇത്രയും മഴയാവുമെന്ന് വിചാരിച്ചില്ല. അല്ലെങ്കിൽ കുറച്ച് നേരത്തെ എടുക്കാമായിരുന്നു. അമൃത തന്നെ ഞാൻ വരുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടിരിക്കുന്നുണ്ട്. താങ്ക് യു എന്നെ സെലിബ്രിറ്റി ആക്കിയതിൽ. കൊള്ളാലോ കമ്മൽ, നല്ല. പോകാൻ ബാ. ഞങ്ങൾ ശീമാട്ടിയിലേക്ക് പോവാണ്. മഴയായിട്ട് അവർ നമ്മളെ ഇറക്കി വിടും. കാലേ മൊത്തം വെള്ളമായി. അതാണ് ബസ്സിൽ കയറി. അമ്മേ, ഞങ്ങൾ കച്ചേരിപ്പടി വന്നിറങ്ങി ശീമാട്ടി പോകാൻ പോവാ. മെട്രോ പില്ലർ ഇവിടെ കാലിൽ അഴുക്ക്.
അയ്യോ എൻ്റെ ഫോൺ നനഞ്ഞ്. വീഡിയോ ഒക്കെ എടുത്ത് മുന്നേ നടക്കുന്നുണ്ട്. ഒരു വലം വെച്ച് വേണോ പോവാൻ? അങ്ങനെ നമ്മൾ ഷീമാർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വീഡിയോസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട്, അതായത് നമ്മുടെ ഷീമാർട്ടിൽ മൺസൂൺ സെയിൽ നടക്കുകയാണ്. 90% ഓഫറായിട്ട് അപ് ടു 90% കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ കണ്ടാൽ മനസ്സിലാകും. അതുകൊണ്ട് ഷീമാർട്ടിലെ ഒരു കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇപ്പോൾ നമ്മൾ രാധാകൃഷ്ണയിൽ വന്നിരിക്കുകയാണ്. അമൃതയ്ക്ക് കുറച്ച് ഡ്രസ് മെറ്റീരിയൽ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾ സ്റ്റിച്ചിങ് പഠിക്കുന്നുണ്ട്. അപ്പോൾ തയ്ച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ കാണുന്ന കോട്ടൺ മെറ്റീരിയലിനൊക്കെ 90 to 110 വരെയാണ് വില ഈ ഇരിക്കുന്ന സെക്ഷനിൽ കേട്ടോ. ഇവിടെ കണ്ടതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കളറും പ്രിൻറ്റും ഒക്കെ ഇതാണ്. ഇത് നമുക്ക് കോട്ട് സെറ്റായിട്ട് വേണം ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് മാച്ച് ചെയ്യുന്ന ബോട്ടം മെറ്റീരിയലും കിട്ടും. അതിൻ്റെ പ്രൈസും 90 ആണ് വരുന്നത് മീറ്ററിന്. ഈ ഒരു ഗ്രേ കളറിൽ വൈറ്റ് ഫ്ലവേഴ്സിൻ്റെ പ്രിൻറ്റ് വരുന്ന ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രൈസ് 110 ആണ്. ഞാനിവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലം ഒന്നും തന്നെ വാങ്ങുന്നില്ല. ലാസ്റ്റ് ഇവിടെ വന്ന് വാങ്ങിച്ച മെറ്റീരിയൽസ് എല്ലാം ഇപ്പോഴും വീട്ടിലവിടെ സുരക്ഷിതമായി ഭദ്രമായി ഇരിപ്പുണ്ട്. ഇനി അതെല്ലാം സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം എനിക്ക് അടുത്തത് വാങ്ങാനായിട്ട്. ഞാൻ ചെയ്യുന്ന മിക്ക വീഡിയോസിലും ഈ ഡ്രസ്സിൻ്റെയോ മെറ്റീരിയൽസിൻ്റെയോ ഒക്കെ പ്രൈസ് പറയാറുണ്ട്. അതിൻ്റെ ഒരു കാരണം നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പ്രൈസും അല്ലെങ്കിൽ ഞാനിപ്പോൾ പോകുന്ന കടയിലെ ആ ഒരു റേറ്റും ഒക്കെ തമ്മിൽ കമ്പയർ ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ മുകളിൽ പോയിട്ടാകുമ്പോഴത്തേക്ക് ചുരിദാർ മെറ്റീരിയൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, തിരിച്ചിറങ്ങി. അമൃതയ്ക്ക് കുർത്തി തയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് റണ്ണിങ് മെറ്റീരിയൽ നമ്മൾ മുറിച്ചാണ് വാങ്ങിയത്. സെറ്റ് നോക്കിയിട്ടൊന്നും പുള്ളിക്കാരിക്ക് അത്ര പിടിച്ചില്ല. ഇത് കഴിഞ്ഞ് നമ്മൾ ഊബർ ബുക്ക് ചെയ്ത് നേരെ വീട്ടിൽ പോവുകയാണ്. ഹലോ, തിരിച്ചതേ വീട്ടിലെത്തി. സ്റ്റെപ്പ് കയറുക കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല വിശന്ന് 2 മണി കഴിഞ്ഞ്. അമൃത ഫുഡിൻ്റെ കരുതി അത്ര പോരാ. അതല്ല, അമൃതയ്ക്ക് മോൻ വരുന്നതിന് മുമ്പ് വീട്ടിലെത്തണമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒന്നും കഴിച്ചില്ല. ഞാൻ ചെന്ന് ചോറും കറിയും എല്ലാം റെഡി ആയിട്ടിരിപ്പുണ്ട്. അത് കഴിക്കണം. വിശന്നിട്ട് വയ്യ, കയറാനുള്ള എനർജി ഇല്ല. എൻ്റെ ഫുഡ് ഞാൻ എടുത്തിട്ടുണ്ട്, കഴിക്കാൻ പോവാ. നല്ല വിശപ്പ്. TV കണ്ടുകൊണ്ട് ഇരുന്ന് വേണം കഴിക്കാനായിട്ട്. ഇനിയിപ്പം പത്രം ഇന്നത്തെ വായിച്ചിട്ടില്ല, അത് വായിക്കണം. പിന്നെ അത് കഴിഞ്ഞ് പിള്ളേർ വരും. അത് കഴിഞ്ഞ് പിള്ളേർ വന്നു കഴിഞ്ഞ് പാറൂന് ഇന്ന് പാട്ട് ക്ലാസ് ഉണ്ട്, അതിന് പോകണം. കപ്പലണ്ടി ഒരുറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നു. അപ്പോൾ കപ്പലണ്ടി കിട്ടി, അത് കഴിക്കുകയാണ്. പത്രം വായിക്കാൻ നേരത്ത് പോയിരുന്നേ, പക്ഷേ അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ, കുറച്ച് നേരം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അതിൽ കൂടുതൽ കിടന്നിട്ടില്ല. കാരണം അന്നേരം ഇങ്ങനെ ഹോൺ അടിക്കുന്നതായിട്ട് പുറത്തേ. ബാറ്ററി ലോ കാണിക്കുന്നത്. ഞാൻ എന്നാൽ ഫോൺ ചാർജ് ചെയ്യാനിടട്ടെ. ഇനി പാറും മീയും വരും. പാറുമായിട്ട് പാട്ട് ക്ലാസ്സിന് പോകണം. 4:15 ആകും അവർ വരാനായിട്ട്. ഫോൺ ചാർജ് ചെയ്യട്ടെ. അങ്ങനെ മീയും പാറും സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട് അശ്വതിക്ക് വേണ്ടിയിട്ടാണ്. അവളുടെ മോനെ ഇവിടെ അടുത്ത് സ്വിമ്മിങ്ങിന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നീ പുറത്തിറങ്ങി നിൽക്കി, ഞാൻ അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു. അപ്പോൾ ആൾ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് എല്ലായിടം പോകാൻ തുടങ്ങി. അതാണ് വെളിയിൽ ഇറങ്ങി നിൽക്കാൻ പറഞ്ഞത്. പുതിയ കാർ എടുത്തു, തനിയെ ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി കേട്ടോ. അവളും ഹാപ്പി, ഞാനും ഹാപ്പി. പിന്നെ കാശ്മീരിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടുന്ന് കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ തന്നിട്ടാണ് ആൾ പോയത്. ഇത് കഴിഞ്ഞപ്പോൾ ഞാനും പാറും കൂടെ ഇതേ പാട്ട് ക്ലാസ്സിൽ പോകുക കേട്ടോ. വൈകിട്ടായപ്പോൾ മഴയ്ക്കൊരു ശമനം വന്ന്. രാവിലെ നമ്മൾ പെരുമഴയത്താണല്ലോ ഷീമാട്ടിലൊക്കെ പോയത്. അപ്പോൾ താഴെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പാറുൻ്റെ പാട്ടിൻ്റെ ബുക്ക് എടുത്തില്ലെന്ന് ഓർത്തത്. പിന്നെ മീൻ താഴെ കൊണ്ടു തന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ഇവരെല്ലാവരും കൂടെ കൂടിയിരുന്ന് കളിക്കുക കേട്ടോ. പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് വന്നാലും ഞാൻ ആദ്യം ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള പിള്ളേരുമായിട്ട് ഭയങ്കര കളിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഇങ്ങനെ വീട്ടിലിരുന്ന് കളിച്ചാലും കൂട്ടുകാരുമായിട്ടുള്ള കളിയൊക്കെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എൻ്റെ സൂര്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് വാങ്ങാനായിട്ട് ഇവിടെ ബേക്കറിൽ വന്നതാണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ എഴുതിയിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് ക്ലിനിക്കിലേക്കാണ് സൂര്യയുടെ. സാധാരണ മ്യൂസിക് ക്ലാസ്സിൽ സൂര്യൻ വരാറില്ല, ഞങ്ങൾ അവിടെ ഇരുന്ന് വലിയ രീതിയിൽ കത്തി വെക്കുന്നതുമാണ്. പക്ഷേ ഇന്ന് ആളെത്തിയിട്ടില്ല. വരൂ. ഞാൻ പാറുനെയും കൊണ്ട് പാട്ട് ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് ഏട്ടയെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു മിയ എന്തായാലും ഒരു 6 മണി ആകുമ്പോഴത്തേക്ക് ക്ലിനിക്കിൽ എത്തിക്കണമെന്ന്. അങ്ങനെ മിയ ഒരുങ്ങി ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാവരും അപ്പോൾ പ്രസൻ്റ് ആയിരുന്നു. പിന്നെ ഇത്രയും പിള്ളേർ കൂടുമ്പോൾ പറയണ്ടല്ലോ, ഭയങ്കര കളിയും ബഹളവും. അവരെല്ലാവരും കൂടെ ചേർന്നാണ് ഇത്തവണത്തെ സൂര്യയുടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തത്. മിയ സ്കൂൾ ബസ്സിൽ കയറ്റാൻ നേരത്തും ഇറക്കാൻ നേരത്തും ഒക്കെ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ പോയി കാത്തു നിന്ന് കിട്ടിയ ഫ്രണ്ടാണ് സ്മേര. അതുപോലെ ഈ കഴിഞ്ഞ വിജയദശമിക്കാണ് പാറുവിന് പാട്ടിന് വിദ്യാരംഭം കുറിച്ചത്. അങ്ങനെ മ്യൂസിക് ക്ലാസ്സിൽ നിന്ന് കിട്ടിയ 2 ഫ്രണ്ട്സാണ് സൂര്യ, അമൃത. അതിൻ്റെ
ഇതിൻ്റെയൊക്കെ വരുന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കുട്ടികളെല്ലാം ഒരേ സ്കൂളിലും കൂടെ പഠിക്കുന്നതുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആ രീതിയിലാണ് ആദ്യം ഉണ്ടായത്. പിന്നെ അങ്ങോട്ട് നല്ല ഫ്രണ്ട്സായിട്ട് മാറി. പിന്നെ ഇന്ന് സ്മേര വന്നിട്ടുണ്ട്. സ്മേര കുറേ നാളായല്ലോ നമുക്ക് കിട്ടിയിട്ട്. അപ്പോൾ എല്ലാവരും കൂടെ സൂര്യയുടെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ സൂര്യ. നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ.